രാജ്ഭവനിൽ മന്ത്രി വി ശിവൻകുട്ടി എത്തി പരിപാടി ബഹിഷ്കരിച്ച് മടങ്ങിയിരിക്കുന്നു. ഭാരതാംബയുടെ ചിത്രമുള്ള പരിപാടി, അതിനാണ് ബഹിഷ്കരണം. വിവരങ്ങളുമായി റഹീസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ പരിപാടികൾക്കും ഭാരതാംബയുടെ ചിത്രം വയ്ക്കില്ല എന്ന് നേരത്തെ ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ നേരത്തെ അറിയിച്ചതാണ്. അതിനുശേഷം ഒരു പരിപാടിയിൽ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റഹീസ്, ഇപ്പോൾ എന്ത് പരിപാടിയിൽ നിന്നാണ് മന്ത്രി ഇറങ്ങിപ്പോയത്? എവിടെ വെച്ചായിരുന്നു പരിപാടി? സ്മൃതി, രാജ്ഭവനിൽ ഇന്ന് നടന്ന ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിൽ പരിപാടിക്ക് എത്തിയതിനു ശേഷം ഗവർണറെ പ്രതിഷേധം അറിയിച്ച് പരിപാടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത്. സൗത്ത് ആൻഡ് ഗൈഡ്സ് രാജ് പുരസ്കാർ സർട്ടിഫിക്കറ്റ്. ഇത് നേരത്തെ ഈ ഭാരതാംബയുടെ ചിത്രം വച്ചിരിക്കുന്നത് രാജ്ഭവനിലെ ഹാളിലാണ്. അവിടെ വെച്ചാണ് ഈ പരിപാടി അല്ലേ? രാജ്ഭവനിലെ സൗത്ത് സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഈ പരിപാടി നടക്കേണ്ടിയിരുന്നത്. ഇന്ന് രാവിലെയും നമ്മൾ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെക്കില്ല എന്ന വിവരമാണ് രാജ്ഭവനിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് നൽകിയ വിവരം. ഇതനുസരിച്ച് മന്ത്രി പരിപാടിയിൽ പങ്കെടുക്കും എന്ന് മന്ത്രിയുടെ ഓഫീസ് രാവിലെ അറിയിച്ചിരുന്നു. ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടാവില്ല എന്ന് കരുതിയാണ് വി ശിവൻകുട്ടി അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പുസ്തക ദിന പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം രാജ്ഭവനിലേക്ക് പോയത്. മന്ത്രി അവിടെ എത്തിയ സമയത്താണ് ഭാരതാംബയുടെ ചിത്രം, RSS കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം ഉണ്ട് എന്ന കാര്യം മനസ്സിലായത്. ഇതോടെ മന്ത്രി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് രാജ്ഭവൻ അധികൃതരെ അറിയിച്ചിട്ട് രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. സംസ്ഥാന സർക്കാരും രാജ്ഭവനും ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി ഉണ്ടായ തർക്കം പുതിയൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു എന്ന് വേണം ഇതിനെ പറയാൻ. സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാട് കൃഷി വകുപ്പിൻ്റെ പരിപാടിയിലാണ് ആദ്യമായി എടുക്കുന്നത്. അതിനെ തുടർന്ന് പലതരത്തിലുള്ള വാക്പോരുകൾ സർക്കാരും പ്രത്യേകിച്ച് CPI ഇതിൽ രാഷ്ട്രീയമായ പോരാട്ടത്തിന് നേതൃത്വം നൽകി. ഇന്നലെ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രാജ്ഭവൻ രാഷ്ട്രീയ കളരിയാക്കരുത്, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന കാര്യം പറയുകയും ചെയ്തു. അതിന് പിന്നാലെ രാജ്ഭവൻ ഔദ്യോഗിക പരിപാടിയിൽ ആദ്യം ഗവർണർ എടുത്ത നിലപാട് ഔദ്യോഗിക പരിപാടിയിൽ പോലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കും എന്നതായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങൾ, രാജ്ഭവൻ്റെ മുന്നിലേക്ക് പ്രതിഷേധങ്ങളും മറ്റും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് രാജ്ഭവൻ തയ്യാറായിരുന്നു. അത് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെങ്കിൽ പോലും രാജ്ഭവനുമായി ബന്ധപ്പെട്ട അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന സമയം സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇതുപോലുള്ള പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന് അറിയിച്ചിരുന്നു. സ്വാഭാവികമായും രാജ്ഭവൻ്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാകും എന്നതായിരുന്നു കരുതിയിരുന്നത്. മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിലും, ഇത് രാജ്ഭവൻ്റെ പരിപാടിയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടിയല്ല എങ്കിൽ പോലും ഭാരതാംബയുടെ ചിത്രം വെക്കുമെന്ന് രാജ്ഭവൻ നിലപാടെടുത്തത് കൊണ്ട് തന്നെ മന്ത്രി ഓഫീസിൽ നിന്ന് രാജ്ഭവനിലേക്ക് അന്വേഷണം പോയിരുന്നു. പക്ഷേ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന മറുപടിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഓഫീസിന് ലഭിച്ചത്. അതനുസരിച്ചാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വി ശിവൻകുട്ടി പോയത്. പക്ഷേ മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചതുപോലല്ല കാര്യങ്ങൾ. ഭാരതാംബയുടെ ചിത്രം, RSS കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം വേദിയിൽ കണ്ടു. അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന നിലപാട്, അത് നേരത്തെ കൃഷി വകുപ്പ് മന്ത്രി എടുത്ത നിലപാട് വി ശിവൻകുട്ടി വീണ്ടും എടുത്തിരിക്കുന്നു. അതിൽ അറിയേണ്ട ഒരു കാര്യം, മന്ത്രിയെ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ച ഒരു നടപടി, അത് സ്വാഭാവികമായും ശരിയായൊരു നടപടിയല്ല. നേരത്തെ തന്നെ അറിയിക്കുകയായിരുന്നെങ്കിൽ മന്ത്രി ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ പോവുകയുമില്ലായിരുന്നു. പക്ഷേ അവിടെ എത്തി നേരത്തെ അവിടെ ഭാരതാംബയുടെ ചിത്രം ഉള്ളത് കൊണ്ട് കൃത്യമായ ഒരു പരിശോധന നടത്തി. ആദ്യ നോട്ടത്തിൽ തന്നെ ഭാരതാംബയുടെ ചിത്രം സദസ്സിന്റെ ഇടതുവശത്ത് വെച്ചിരിക്കുന്നത് കണ്ടു. ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ചിഹ്നങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പ് രാജ്ഭവനിൽ നിന്ന് ലഭിച്ച ശേഷമാണ് വീണ്ടും ഭാരതാംബ ചിത്രം അവിടെ വെച്ചിരിക്കുന്നത്.